2004 ഡിസംബർ 26 ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തൊട്ടുപിന്നാലെ ലോകത്തെയാകെ നടുക്കിയ ആ വലിയ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുകയാണ്. അന്ന് രാവിലെ ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്ത് കടലിനടിയിലുണ്ടായ ഭൂചലനമായിരുന്നു എല്ലാത്തിനും തുടക്കം. റിക്ടർ സ്കെയിലിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പം ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ടായ ഈ ഭീമൻ പ്രകമ്പനം വലിയ അളവിൽ വെള്ളത്തെ ഉയർത്തിക്കൊണ്ട് രാക്ഷസ തിരമാലകളായി മാറുകയായിരുന്നു. വെറും 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്തോനേഷ്യയിലെ തീരങ്ങളെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും ഈ കൂറ്റൻ തിരമാലകൾ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നീട് 2 മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളിൽ ഇവ ആഞ്ഞടിച്ചു. അന്ന് കന്യാകുമാരിയിലും ചെന്നൈ മറീന ബീച്ചിലും വിനോദയാത്രയ്ക്കും മറ്റുമായി എത്തിയ നിരവധി പേരെയാണ് പെട്ടെന്നുണ്ടായ തിരമാലകൾ കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോയത്. ഏകദേശം മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ കരയിലേക്ക് പാഞ്ഞെത്തിയ ഈ തിരമാലകളെ നേരിടാൻ അന്ന് നമുക്ക് കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വലിയ പോരായ്മയായി മാറി. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിങ്ങനെ 14 രാജ്യങ്ങളിലായി 2.25 ലക്ഷത്തിലധികം മനുഷ്യരുടെ ജീവനാണ് അന്ന് കടൽ കവർന്നത്. ഇന്തോനേഷ്യയിലെ അച്ചേ പ്രവിശ്യയിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങി. കേരളത്തിന്റെ തീരദേശങ്ങളിലും പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ ആലപ്പാടും ആലപ്പുഴയിലെ ആറാട്ടുപുഴയും പോലെയുള്ള സ്ഥലങ്ങളിൽ കടൽ വളരെ രൂക്ഷമായാണ് പെരുമാറിയത്. നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങൾ തന്നെ ഈ പ്രകൃതി ദുരന്തത്തിൽ തുടച്ചുനീക്കപ്പെട്ടു. സ്വന്തം വീടും സമ്പാദ്യവുമെല്ലാം നിമിഷനേരം കൊണ്ട് കടലെടുക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ചെറിയ ഇടവേള. നിങ്ങൾ സ്റ്റൈലിഷായ കൊറിയൻ ഷർട്ടുകൾ തിരയുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ വരുന്നു പ്രീമിയം ക്വാളിറ്റിയിലുള്ള വുമൺസ് കൊറിയൻ ഷർട്ടുകൾ. വെറും 150 രൂപ മുതൽ 289 രൂപ വരെയുള്ള ചെറിയ നിരക്കിലാണ് നമ്മൾ ഇവ ലഭ്യമാക്കുന്നത്. ഹോൾസെയിലായും റീറ്റെയിലായും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡർ ചെയ്യുന്നതിനും വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരമൊരു ദുരന്തത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ലോകം പിന്നീട് തയ്യാറായി. 2004 ദുരന്തത്തിനു ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിനു ചുറ്റുമുള്ള രാജ്യങ്ങൾ ചേർന്ന് സുനാമി നിരീക്ഷണ ശൃംഖലകൾ രൂപീകരിച്ചു. ഇന്ത്യയിൽ 2007 ഹൈദരാബാദ് കേന്ദ്രമാക്കി നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ കീഴിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. ഉപഗ്രഹങ്ങളുടെയും കടലിലെ സെൻസറുകളുടെയും സഹായത്തോടെ ഇപ്പോൾ സമുദ്രത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ രംഗശാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനത്തിന് ഭൂകമ്പമുണ്ടായി 3 മിനിറ്റിനകം സുനാമി പ്രവചിക്കാൻ കഴിയുമെന്നത് വലിയൊരു നേട്ടമാണ്. ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്തോനേഷ്യയിലെ ബന്ധ അച്ചയിൽ ഒരു സുനാമി മ്യൂസിയം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. 4 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടം ഒരു കപ്പലിന്റെ ആകൃതിയിലാണ്. അവിടുത്തെ ഗവേഷണ കേന്ദ്രങ്ങൾ സുനാമിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു 2004 ആ സുനാമി. എന്നാൽ ദുരന്തങ്ങളെ അതിജീവിച്ചവർ കാണിച്ച ഇച്ഛാശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ രക്ഷകരായി എത്തിയവരിൽ പലരും ഈ ദുരന്തത്തെ നേരിട്ടവരായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇനിയും ഇതുപോലുള്ള ചരിത്രപരമായ വിഷയങ്ങളും വ്യത്യസ്തമായ അപ്ഡേറ്റുകളും അറിയാൻ നമ്മുടെ ചാനലായ റെഞ്ച് ഫയൽസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.